ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് ഓഫ് വാഗമൺ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഫ്രാൻസിലെ നർബോണ എന്ന സ്ഥലത്ത് ജനിച്ച സെബസ്ത്യാനോസിൻ്റെ മാതാപിതാക്കൾ ധനികരും രാജകുടുംബങ്ങളുമായിരുന്നു. മിലാദയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. AD 283 റോമിലെത്തിയ അദ്ദേഹം കരുനസ് ചക്രവർത്തിയുടെ സൈന്യത്തിൽ അംഗമായി. രഹസ്യമായി ക്രിസ്ത്യാനിയായി മാറിയ അദ്ദേഹം തൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ട് സൈന്യത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുത്തു. എന്നാൽ ഡയക്ലേഷ്യൻ രാജാവിന് ക്രിസ്ത്യാനികളെ വെറുക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു. രോഗശാന്തി വരം ഉണ്ടായിരുന്ന സെബസ്ത്യാനോസ് തൻ്റെ സഹസൈനികരെയും റോമൻ ഗവർണറെയും പോലും മാനസാന്തരപ്പെടുത്തി. പ്രൊമാഷ്യൂസ് എന്ന പേരായ റോമൻ ഗവർണറുടെ മാനസാന്തരത്തെക്കുറിച്ചും അതിന് കാരണക്കാരനായ സെബസ്ത്യാനോസിനെ കുറിച്ചും കേട്ടപ്പോൾ അദ്ദേഹം വധിക്കാൻ കൽപ്പിച്ചു. ഏറ്റവും വേദനാപൂർവമായ മരണമാണ് ചക്രവർത്തി കൽപ്പിച്ചത്. അതിനുശേഷം സൈനികർ സെബസ്ത്യാനോസിനെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് മരത്തിൽ കെട്ടിയിട്ട് ദേഹമാസകലം അമ്പെയ്ത് മരിക്കാൻ വിട്ടു. സൈനികർ പോയപ്പോൾ ഐറീൻ എന്ന റോമക്കാരി ഭക്ത രാത്രിയിൽ ശരീരം മറവ് ചെയ്യാൻ എത്തിയപ്പോൾ ജീവൻ നിലനിൽക്കുന്ന കാര്യം അവർ അറിഞ്ഞു. അതനുസരിച്ച് വീട്ടിൽ കൊണ്ടുപോയി മുറിവുകൾ വെച്ച് കെട്ടി ജീവൻ തിരിച്ചു കിട്ടി. റോമിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റ് ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ചക്രവർത്തിയുടെ മുന്നിലെത്തി സുവിശേഷം പ്രഘോഷിച്ചു. താൻ കൊല്ലാൻ കൽപ്പിച്ച മനുഷ്യൻ ജീവനോടെ മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഗദ കൊണ്ടടിച്ച് മരിക്കാൻ വിട്ടു. അങ്ങനെ AD 288 അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഭയിലെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ വിശ്വാസം പ്രഘോഷിച്ച് ക്രിസ്തുവിൽ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.